കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമം ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ദൈവത്തിന്റെ വചനം പങ്കുവെക്കാൻ, പ്രാർത്ഥനയിൽ പരസ്പരം പങ്കാളികളാകാനൊക്കെ സ്വർഗത്തിലെ ദൈവം നൽകിയ എല്ലാ അവസരങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ നന്മകളും എത്ര പറഞ്ഞാലും, ദൈവത്തിന് എത്ര സ്തുതി പറഞ്ഞാലും മതിയാകാത്ത വിധം അനവധിയാണ്. പ്രത്യേകിച്ച് ഇപ്പോ ഇതിൽ പങ്കെടുക്കുന്നവർ തന്നെ കേരളത്തിലാണെങ്കിൽ ഒരു പുതിയ പ്രഭാതമാണ്, മറ്റൊരിടത്താണെങ്കിൽ ദിവസത്തിന്റെ മറ്റൊരു അവസ്ഥയാണ്. എന്നാൽ ഈ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തെ നമുക്ക് സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ദൈവം തന്ന കൃപ ഏറ്റവും വലുതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പുതിയ വർഷത്തിന്റെ ആദ്യത്തെ മാസമാണ് 2025. കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം നമ്മളെ പരിപാലിച്ച വിധങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ലല്ലോ. കാരണം നാം പ്രതീക്ഷിക്കാത്ത ഒരുപാട് നന്മകൾ, നാം ഭയപ്പെട്ട പല അനർത്ഥങ്ങൾ ദൈവം നമ്മളെ വിടുവിച്ചത്. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളും കർത്താവ് നമ്മളോട് വിശ്വസ്തനായിരുന്നു. മാറ്റമില്ലാത്തവനായി കൂടെ ഇരുന്ന് നമ്മളെ നടത്തിയ ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒപ്പം ഈ പ്ലാറ്റ്ഫോമിലെ പങ്കാളികളായിരിക്കുന്ന ദൈവമക്കൾ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിലൊക്കെ ആകാം, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഇങ്ങനെ എനിക്കൊരു അവസരം തന്ന ദൈവമക്കളെ നന്ദിയോടെ ഓർക്കുന്നു. മാത്രമല്ല, നമ്മൾ പരസ്പരം കണ്ടിട്ടുണ്ടാവില്ല, അറിയില്ല. പക്ഷേ ക്രിസ്തുയേശുവിലൂടെയുള്ള സ്നേഹത്തിൽ ഒരുമിച്ചാകുക, ആ ചങ്ങലയിൽ ഒരു കണ്ണിയായി തീരാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സകല ബഹുമാനവും ഞാൻ അർപ്പിക്കുന്നു. എന്റെ പേര് സൂചിപ്പിച്ചിരുന്നു. എന്റെ പേര് ഏണസ്റ്റ് എന്നാണ്. എന്റെ സ്വദേശമാണ് ചിറ്റാറ്. ഞാനിപ്പോൾ താമസിക്കുന്നത് മല്ലപ്പള്ളിയിലാണ്. എന്റെ പിതാവ് കർത്താവിന്റെ വേലയിലായിരുന്നു. മാതാപിതാക്കൾ അവരൊക്കെ വിശ്രമത്തിനായി ദൈവസന്നിധിയിലേക്ക് പോയി. 2011 എന്റെ പിതാവും 2013 എന്റെ മാതാവും കർത്തൃസന്നിധിയിലേക്ക് പോയി. ഞാനും എന്റെ സഹോദരൻ മാത്രമാണുള്ളത്. എന്നെ ഇന്നലെ ടെസ്റ്റ് മണി പറയണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അന്നേരം സൂചിപ്പിച്ച ഒരു കാര്യം, സ്വാഭാവികമായിട്ടും അനുഭവ സാക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രക്ഷിക്കപ്പെടും മുമ്പുള്ള കാലത്തെ വല്ലാതെ ഭീകരമായിട്ടൊക്കെ അവതരിപ്പിക്കുന്നതാണ് പലപ്പോഴും. അത് നല്ല കാര്യമൊക്കെയാണ്, കുറെ അതിൽ നന്മയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനപ്പോ പറഞ്ഞു, ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ പാഴ്സനേജും ഒക്കെ ആയിട്ടൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ ജീവിച്ച ആളായതുകൊണ്ട് അത്തരം അനുഭവങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ച് പറയാനില്ല. എങ്കിലും ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കാതിരിക്കാനും കഴിയില്ല. സ്തോത്രം. കാരണം ദൈവം വിശ്വസ്തനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നും ഓർക്കുന്ന ഒരു, എൻ്റെ മക്കളോടടക്കം, എൻ്റെ ദൈവമക്കളോട്, സഭയിലുള്ള ദൈവമക്കളോടും ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്നും ഓർക്കേണ്ടത് ദൈവം വിശ്വസ്തനാണ്, അവൻ നീതിമാനാണ്. ദൈവം ആർക്കും ഒന്നിനും കടപ്പെട്ടിരിക്കുന്ന ദൈവമല്ല. നമ്മൾ അവന്റെ നാമത്തിന് വേണ്ടി സഹിക്കുന്നതും ചെയ്യുന്നതിനും ഒക്കെ തക്കവണ്ണം ധാരാളം പ്രതിഫലം തന്ന് നമ്മളെ ആദരിക്കുന്ന ഒരു ദൈവമാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് കടന്നുപോയിട്ടുള്ള ചില പ്രതിസന്ധികൾ ഒക്കെ ഉണ്ട്, പരിശോധനകളൊക്കെ ഉണ്ട്. അത് എൻ്റെ മാതാപിതാക്കളോടൊപ്പം എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ അനുഭവിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ദൈവം ചെയ്ത നന്മകളും ഞാൻ ഓർക്കാറുണ്ട്. ഞങ്ങൾ 5 മക്കളായിരുന്നു, എൻ്റെ പിതാവിനും മാതാവിനും. അതിൽ 3 പേരും ക്രിസ്തീയ ജീവിതത്തിന്റെ പരിശോധനയോട് ബന്ധപ്പെട്ട് കർത്താവ് നൽകിയ ആ പരിശോധനയുടെ കാലഘട്ടത്തിൽ 3 പേരെയും കർത്താവ് തിരികെ എടുത്തവരാണ്. എൻ്റെ മൂത്ത സഹോദരങ്ങൾ 2 പേരും, എനിക്ക് ഇളയ ഒരു സഹോദരി ഉണ്ടായിരുന്നു, അവളും. എൻ്റെ മൂത്ത സഹോദരങ്ങൾ 2 പേരും മരിച്ചതിന് ശേഷം 3ാമനായി ഞാൻ ജനിക്കുകയും അതിനുശേഷം എനിക്ക് പിന്നാലെ ഒരു ഇളയ പെങ്ങൾ എനിക്കുണ്ടായിരുന്നു. അവളുടെ മരണം എന്നെ വല്ലാതെ ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ വളരെ സ്പർശിച്ച ഒരു കാര്യമാണ്. ഒരിക്കല് ഞങ്ങളുടെ വീട് അന്ന് ചെറിയൊരു സംവിധാനമാണ്. ഞങ്ങൾ പെന്തക്കോസ്തിലേക്ക് പോയി എന്നതുകൊണ്ട് പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചു. ഞങ്ങൾ അന്ന് ഞങ്ങളുടെ അടുത്തൊരു ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലാണ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചു, പെന്തക്കോസ്തുകാരുടെ പോയി എന്നതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ പിതാവിന്റെ വീട്ടുകാർ ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയും
ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ആക്ഷേപിച്ചിറക്കി വിടുകയൊക്കെ ചെയ്തവരാ. അവരും പെന്തക്കോസ്തരല്ല, ക്രിസ്തീയ വിശ്വാസത്തിലെ മറ്റൊരു സഭാവിഭാഗമാണ്. ഞാൻ അത്തരം കാര്യങ്ങളെ പറഞ്ഞ് അവരെ ഒന്നും ആക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആ സഭാവിഭാഗത്തെ. അതുകൊണ്ടാണ്. അപ്പോ ഞങ്ങളിങ്ങനെ മാറി ഒരു ചെറിയ കുടിലൊക്കെ കെട്ടി ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഒരു സന്ധ്യയ്ക്ക് ഞങ്ങളുടെ വീടിന് സമീപത്തേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പ്രായമുള്ള അപ്പച്ചൻ വന്നിട്ട് എന്റെ പിതാവിനോട് പറഞ്ഞു. എന്റെ പിതാവിന്റെ പേര് അച്ഛൻ കുഞ്ഞെന്നാണ്. അച്ഛൻ കുഞ്ഞ്, വിശ്വാസത്തിന്റെ പരിശോധന തീർന്നിട്ടില്ല, ഇനിയും ഇന്നുകൂടെ കർത്താവ് പരിശോധിക്കും, ധൈര്യമായിട്ട് നിൽക്കണം, പതറിപ്പോകരുത്. അങ്ങനെ ആ പിതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്നൊരു 100 മീറ്റർ അകലേക്ക് മാറിയില്ല. ആ സമയത്ത് എന്റെ ഇളയ പെങ്ങള്, ഞാനും അവളും കൂടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പൊടുന്നനെ മുറ്റത്തോട്ട് വീണ് മരിക്കുകയാണ്. ഞാനും അവളും കൂടെ ഒരുമിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താണെന്നൊന്നും അറിയില്ല. പെട്ടെന്ന് അവള് മുറ്റത്തേക്ക് വീഴുന്നു. അവള് പ്രാണന് വേണ്ടി പിടയുന്നു. ഞാൻ പെട്ടെന്ന് എന്റെ അമ്മയും എന്റെ പിതാവിനെയും ഒക്കെ വിളിച്ച് കാര്യം പറയുന്നു. അവര് കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. കാരണം പറഞ്ഞത്, ദൈവമേ, നീ ഞങ്ങളോട് അറിയിച്ച ആലോചന, നീ ഇങ്ങനെ ഞങ്ങളെ വീണ്ടും പരിശോധനയിലൂടെ കടത്തിവിടുകയാണോ എന്നൊക്കെ ചോദിച്ച് കരയുന്ന ഒരു രംഗം ഞാൻ ഓർത്തു. അതിനും ശേഷം ഒരു വർഷത്തിന് ശേഷം കൃത്യം ഇതുപോലൊരു പ്രഭാതത്തിൽ, ഇത്ര പോലും, ഇവിടെ ഇപ്പോ 6:30 കഴിഞ്ഞു, ഇത്ര പോലും നേരം വെളുക്കും മുമ്പ് ഒരു രാവിലെ സമയം എന്റെ പിതാവ് എഴുന്നേറ്റ് ബ്ലഡ് ഛർദ്ദിച്ചു. രക്തം ഛർദ്ദിച്ചിട്ട് 1-2 തവണ ആയി കഴിഞ്ഞു. അദ്ദേഹം വീട്ടിലേക്ക് കയറി കിടന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ പെന്തക്കോസിൽ പോയി എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് കിടക്കാൻ നല്ലൊരു പായില്ല, ചാക്ക് വിരിച്ചൊക്കെ അന്ന് കിടന്നുകൊണ്ടിരുന്നത്. ആകെ ഉള്ള ഒരു ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞൊരു ബെഞ്ചാണ്. അത് അയൽവാസി ഞങ്ങളിങ്ങനെ മാറി താമസിക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ അയാള് ഞങ്ങളോടൊരു അനുകമ്പ തോന്നിയിട്ടൊക്കെ തന്നതാണ്. ഇരിക്കട്ടെ, ആരെങ്കിലും ഒക്കെ വന്നാൽ ഇരിക്കാൻ. അത് ഇന്ന് എനിക്ക് 46 വയസ്സുണ്ട്. ഒരു 39, എനിക്കന്ന് 6-7 വയസ്സേ ഉള്ളൂ. ആ സമയത്ത്, അതായത് 39 വർഷം മുമ്പ് കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ബെഞ്ച് എന്നൊക്കെ പറയുന്ന വലിയ ഫർണിച്ചർ തന്നെയാണ് ഞങ്ങളെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ. അപ്പം അതിലാണ് എന്റെ പിതാവ് വന്ന് ഇങ്ങനെ രക്തം ഛർദ്ദിച്ചിട്ട് അതിൽ വന്ന് കിടക്കുക. ഒരു 9 മണിയായി, 10 മണിയായി, ആൾ എഴുന്നേൽക്കുന്നില്ല. അപ്പോഴത്തേന് ആൾക്കാരൊക്കെ ഞങ്ങളെ എന്റെ പിതാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ തയ്യാറാകുന്നു. പക്ഷെ പിതാവിന്റെ വീട്ടുകാരത് സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് പെന്തക്കോസിൽ പോയോണ്ടാണ് ഇവനിത് സംഭവിച്ചത്, അത് അങ്ങനെ തന്നെ അവൻ നശിക്കട്ടെ, അവൻ മരിക്കട്ടെ, അത് മരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളത് സ്വീകരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്നു. നേരം സന്ധ്യയായി. സന്ധ്യ ആകുന്നിടം വരെ ഇങ്ങനെ ആള് അവിടെ കിടക്കുകയാണ്. ആ സമയത്ത് എന്റെ അമ്മ വളരെ ക്ഷീണിതയായിട്ട് അവിടെയുണ്ട്. അവരുടെ വീട്ടിൽ അപ്പോൾ തന്നെ ഞങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കണം. 3 കുഞ്ഞുങ്ങളുടെ മരണം, പിന്നെ ചെറുതായി ഞാന്. എന്റെ അമ്മ ശാരീരികമായ സുഖമില്ലാതിരിക്കുന്നു. പിതാവ് ഇങ്ങനെ കഴിയുന്നു. ഞങ്ങളുടെ സമീപത്തൊക്കെ എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ ആർക്കും ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യം പോരാ. കാരണം എന്റെ പിതാവിന്റെ വീട്ടുകാര് അത്ര അക്രമാസക്തരായിട്ട് ആ പരിസരത്തുണ്ട്. അവർ കുറെ അധികം വീട്ടുകാരുണ്ട്. ഇവൻ പെന്തക്കോസ്തിൽ പോയതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിയാണ്. പക്ഷെ സന്ധ്യയായി. എന്റെ പിതാവിന്റെ ശ്വാസം നിലയ്ക്കുന്നിടം വരെ കാര്യങ്ങൾ എത്തി. എത്രയും വേഗം ആള് മരിക്കും. മരിച്ചാൽ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ, കുഴിവെട്ടുന്ന ഇടം, ശവപ്പെട്ടി, അന്നൊക്കെ പെട്ടി ഉണ്ടാക്കുകയാണ് വീട്ടിൽ. ശവപ്പെട്ടി ഉണ്ടാക്കാൻ ഉള്ള ആശാരിക്രമം എല്ലാം അവര് തന്നെ ചെയ്യാണ്. എന്റെ അമ്മയുടെ വീട്ടിൽ അറിയിക്കുന്നു, ആള് മരിക്കും, എത്രയും വേഗം വന്ന് കാണാൻ. ഇങ്ങനൊക്കെ ആകെ ഞങ്ങളുടെ പരിസരത്തെല്ലാം വലിയ ജനാവലിയാണ്. ആ സമയത്ത് അവിടെ CSI, ഞങ്ങളുടെ അടുത്തൊരു CSI ചർച്ചാണുള്ളത്. CSI ചർച്ചിലെ ഒരു ഉപദേശി, ഒരു സുവിശേഷൻ, അദ്ദേഹം തമിഴ്നാടുകാരനാണ്, വർഗീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അദ്ദേഹം ആ പരിസരത്ത് നിന്ന് എല്ലാവരോടും പറഞ്ഞു, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്നും മരിച്ച ലാസറിനെ ഉയർപ്പിക്കും എന്നും വിശ്വസിക്കുന്നവർ മാത്രം ഈ സഹോദരന്റെ അരികിലേക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. വളരെ ചുരുക്കമായ ഒരു 10-ൽ താഴെ ആൾക്കാർ മാത്രമേ അത് കേട്ട് വന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായുള്ളൂ. കാരണം ഇതൊരു ഭോഷത്വമാണ്. കാരണം ആള് മരിക്കാൻ രാവിലെ ഒരു നേരത്ത് ബ്ലഡ് ഛർദ്ദിച്ച് മരണാസന്നനായി കഴിഞ്ഞ ഒരു വ്യക്തി ഇനി ജീവിച്ചു വരിക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് കരുതി അത് ഒരു ഭോഷത്വമായ കാര്യമായതുകൊണ്ട് ആരും അകത്തേക്ക് വന്നില്ല. മരിക്കും,
അപ്പൊ അനന്തര കർമ്മങ്ങൾ ചെയ്യാനായിട്ടാണ് നാട്ടുകാരെല്ലാം തയ്യാറായത്, ഞങ്ങളുടെ ബന്ധുക്കളടക്കം. പക്ഷെ ആ പാസ്റ്റർ എഴുന്നേറ്റ് വന്നിട്ട് എന്റെ അമ്മയോട് പറഞ്ഞു, ഇദ്ദേഹം മരിക്കുകയില്ല, മരിച്ചാൽ തന്നെ ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട് സഹോദരി, അതുകൊണ്ട് എഴുന്നേൽക്കണം, കർത്താവിന്റെ വേലയ്ക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കെന്ന് പറഞ്ഞു. എന്റെ അമ്മ എഴുന്നേറ്റ് പറഞ്ഞ വാക്കുകളൊക്കെ ഇന്ന് ഞാൻ ഓർക്കുന്നു. ഒത്തിരി ദിവസമൊന്നും വേണ്ട, ഹിസ്കിയാവിനെ പോലെ 15 വർഷവും വേണ്ട, വെറും 15 ദിവസം എനിക്ക് ഇദ്ദേഹത്തെ ജീവനോടെ കിട്ടിയാൽ മതി. ഈ നാട്ടുകാരൊക്കെ അറിയണം ഞങ്ങൾ ഇറങ്ങിയ വിശ്വാസം അത് ജീവനുള്ളതാണെന്നും കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നറിയാൻ വെറും 15 ദിവസം എന്റെ ഭർത്താവിനെ എനിക്ക് ആരോഗ്യത്തോടെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അന്ന് ഒരു 9 മണിയായി. എന്റെ പിതാവ് ആരോഗ്യത്തോടെ എഴുന്നേറ്റു എന്ന് മാത്രമല്ല, 15 വർഷങ്ങൾ കർത്താവിന്റെ വേലയിൽ പലയിടങ്ങളിൽ, ഇന്ത്യക്ക് പുറത്ത്, അങ്ങനെ പലയിടങ്ങളിൽ കർത്താവിന്റെ വേലയിൽ വ്യാപൃതനാകാൻ കഴിയും. അപ്പൊ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളാണ്. അതിനുശേഷം ഇങ്ങനെ ആരോഗ്യത്തോടെ വന്നു എങ്കിൽ പോലും പൂർണ്ണ ആരോഗ്യം തനിക്ക് സ്വായത്തമായില്ല. ഒരു കാര്യത്തിന് പരസഹായം കൂടാതെ അധിക ദൂരം യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഒരു 3 മാസത്തോളം വീട്ടിൽ തീർത്തും റെസ്റ്റ് ആയിരുന്നു. ആ സമയത്തൊക്കെ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ഭക്ഷണം പോലും കഴിക്കേണ്ട, ഭക്ഷണം അങ്ങനെയൊന്നും നമുക്ക് ആ സമയത്തൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ദിവസം ഒരു നേരമൊക്കെ ചെറിയ തരത്തിൽ ഞങ്ങൾക്ക് അയൽവാസികൾ തരുന്ന ആഹാരം ഒക്കെ കഴിച്ച് ജീവിക്കേണ്ടി. ഞാൻ അതിന്റെ കൂടുതൽ ദാരിദ്ര്യമായ സാഹചര്യങ്ങളൊന്നും പറയുന്നില്ല. അതിന്റെ കാര്യം ഇന്ന് ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞത് പിന്നീട് മരണകരമായ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി പ്രതിസന്ധിയിലൂടെ. എനിക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞ് നമ്മളുടെ വിശ്വാസത്തെ തണുപ്പിക്കുന്നത് തന്നെ താല്പര്യമില്ല. കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഒരു മനുഷ്യന്റെ പേര് ഏണസ്റ്റ്. എന്റെ പേര് ഏണസ്റ്റ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഏത് പ്രതിസന്ധിയും ഞാൻ അതുകൊണ്ട് ഇന്നും വിശ്വസിക്കുന്നു, മരണകരമായ ഭീകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടക്കുമ്പോഴും നമ്മളെ നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ഇത്തരം ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായി ക്രിസ്തീയ ജീവിതത്തിലെ എന്റെ മാതാപിതാക്കളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെ വളരെ ഞെരുക്കങ്ങൾ, സാമ്പത്തികമായ ഭാരങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം നമ്മളൊരു ദൈവകൃപ കൊണ്ട് തരണം ചെയ്തിട്ടുണ്ട്. ഇന്ന് അനുഭവിക്കുന്ന ജീവിത ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമല്ല. കാരണം ദൈവം ഇന്ന് നമ്മൾ ഒരിക്കൽ അനുഭവിച്ചതിനെല്ലാം തക്കവണ്ണം കർത്താവും അനുഗ്രഹിക്കുകയും ഇന്നും വഴി നടത്തുകയും ചെയ്യുന്നു. അതിൽ വളരെ സന്തോഷം തോന്നാറുണ്ട്. സ്തോത്രം. ഞങ്ങള് എന്റെ മാതാപിതാക്കൾ കർത്താവിന്റെ വേലയിൽ ഒക്കെ വ്യാപൃതരായിരുന്നതിന് ശേഷം അവര് ദൈവസന്നിധിയിൽ വിശ്രമത്തിനായിട്ട് പോയി മരിച്ചു. പിന്നീട് ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോഴും ഒക്കെ ഈ പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പുതുമയുള്ള കാര്യമായിരുന്നില്ല. ഏത് പ്രതിസന്ധിയും, കാരണം നമ്മളത് പ്രതീക്ഷിക്കുന്നു. ഇനി അത് വന്നാലും അതിനെ തരണം ചെയ്യാമെന്നുള്ള വലിയ ദൈവകൃപയും ആത്മവിശ്വാസവുമുണ്ട്. കാരണം ഇതിനേക്കാൾ വലുത് ഒക്കെ കടന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ വരുന്നത്. സ്തോത്രം. ഒത്തിരി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് കർത്താവ് വിശ്വസ്തനായി നമ്മൾക്ക് എന്നും കൂടെയുണ്ട്. അത് ഞാൻ ഈ ദൈവവചന സന്ദേശങ്ങൾ എന്നെ നിക്ഷിപ്തമായത് പറയുമ്പോൾ ഞാൻ സന്ദർഭം പോലെ അതും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഈ പ്രഭാതത്തില് ഞാൻ എന്റെ അനുഭവങ്ങൾ ചിലതൊന്ന് സൂചിപ്പിച്ചത് നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്നും അവൻ വാക്കുമാറാത്തവനാണെന്നും നമ്മളെ അനുഗ്രഹിക്കുന്നവനാണെന്നും നാളെയും നമ്മളോട് കൂടെ ഇരിക്കുന്നവനാണെന്ന് പറയാൻ വേണ്ടി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ. ഒരു വാക്യം നമുക്ക് ഇന്നത്തെ നമ്മുടെ ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്കൊന്ന് വായിക്കാം. ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ്. അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ അധ്യായം അതിന്റെ 35 മുതൽ ഉള്ള ഭാഗങ്ങളാണ്. അത് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോടും നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസോ പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ
ഉഗ്രവാദം ഉണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെയും കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം മിഷണറി യാത്ര, നമുക്കറിയാം വേദപുസ്തകത്തിൽ അദ്ദേഹം മൂന്നിലധികം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും മിഷണറി യാത്രകൾ നടത്തിയിട്ടുണ്ട്. ലോകത്താകമാനം അന്നത്തെ കാലത്ത് യാത്രാ സംവിധാനമുള്ള എല്ലാ ഇടങ്ങളിലും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക, സുവിശേഷം അറിയിക്കുക, ഇത് അവരുടെ ഒരു വലിയ പ്രതീക്ഷ ആയിരുന്നു, തീരുമാനമായിരുന്നു. അങ്ങനെ അവർ യാത്ര ചെയ്യും. അങ്ങനെ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് പൗലോസ് ആദ്യത്തെ യാത്ര, പൗലോസിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ പൗലോസും ബർന്നബാസുമാണ് ആദ്യത്തെ യാത്ര ചെയ്യുന്നത്. ആ യാത്രയിൽ ബർന്നബാസിന്റെ പെങ്ങളുടെ മകനായ മർക്കോസിനെയും കൂട്ടുന്നുണ്ട്. മർക്കോസ് അഥവാ യോഹന്നാൻ എന്ന് തന്നെയാണ് അവിടെ നമ്മൾ ആദ്യത്തെ അധ്യായങ്ങളിൽ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13, 14, 15 അധ്യായങ്ങളിലാണ് ഈ അവരുടെ ആദ്യത്തെ മിഷണറി യാത്ര പരാമർശിച്ചിട്ടുള്ളത്. 13-ാം അധ്യായം ഉപവാസ പ്രാർത്ഥനയാണല്ലോ, അവിടെ നിന്നാണ് അവരെ വേർതിരിക്കുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് പൗലോസും ബർന്നബാസും കൂടെ യാത്ര ചെയ്ത് തുടങ്ങുക. ഈ യാത്ര ചെയ്ത് ഇങ്ങനെ കുറെ തുടങ്ങുമ്പോൾ ബർന്നബാസ് തന്റെ പെങ്ങളുടെ മകനായ മർക്കോസിനെ കൂടെ ആ യാത്രയിൽ കൂട്ടി. അങ്ങനെ ഒരുമിച്ച് കുറെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ മർക്കോസിനെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയിലെ കഷ്ടതകൾ ഒന്നും അവനെ ഉൾക്കൊള്ളാവതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മർക്കോസ് പകുതി വഴിയിൽ വെച്ച് പംഫുല്യയിൽ ഒന്നാമത്തെ യാത്ര ചെയ്ത് പംഫുല്യയിൽ എത്തുമ്പോൾ മർക്കോസ് അവരെ വിട്ടേച്ചു പോയി. കാരണം മർക്കോസ് ഒരു ചെറിയ കുട്ടിയാണ്, അല്ലെങ്കിൽ യൗവനക്കാരനാണ്. സുവിശേഷ വേലയിലെ കഷ്ടതകൾ, വേദനകൾ, ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കാൻ ഈ ചെറുപ്പക്കാരന് കഴിയുന്നില്ല. അതുകൊണ്ട് ഇവിടം വിട്ടു പോവുക, ഈ യാത്ര അവസാനിപ്പിച്ച് മതിയായി എന്ന വണ്ണം അദ്ദേഹം പോവുകയാണ്. അങ്ങനെ യാത്ര, പക്ഷേ മർക്കോസ് പോയി എന്നതുകൊണ്ട് പൗലോസും ബർന്നബാസും യാത്ര പൂർത്തീകരിക്കാതിരുന്നില്ല. അവരാ യാത്ര ദൈവത്തിന്റെ നിശ്ചയം പോലെ അവരാഗ്രഹിച്ച ഇടത്ത് ആ യാത്ര പൂർത്തീകരിച്ചു. ആ യാത്ര പൂർത്തീകരിച്ചിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസിന് വീണ്ടും ഉള്ളിലൊരു പ്രേരണ ഉണ്ടായി. ഒരിക്കലൂടെ നമ്മൾ മുൻപ് സന്ദർശിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ പോയൊന്ന് സന്ദർശിച്ച് അവിടെ നമ്മൾ സ്ഥാപിച്ച സഭകൾ, നമ്മളെ കൈക്കൊണ്ട ദൈവമക്കൾ, അവിടെ നമ്മൾ കണ്ടെത്തിയ പരിചയപ്പെട്ട ഇടങ്ങളിലെ പ്രിയപ്പെട്ടവരൊക്കെ ക്ഷേമമായിരിക്കുന്നുവോ, കർത്താവിൽ സുഖമായിരിക്കുന്നുവോ, ശുഭമായിരിക്കുന്നുവോ എന്നൊക്കെ അറിയാൻ ഒരു യാത്രയും കൂടെ ചെയ്യണം എന്ന ഒരു താല്പര്യം പൗലോസിനുണ്ടാകും. ആ താല്പര്യത്തിനായിട്ട് പൗലോസ് ബർന്നബാസിനോട് പറയാണ്, നമുക്ക് ഒരിക്കലൂടെ ഈ യാത്രയ്ക്കായി പോകണം. അപ്പൊ ബർന്നബാസ് പെട്ടെന്ന് പറയാണ്, നമുക്ക് യാത്ര പോകാം, ഇത്തവണ നമുക്ക് മർക്കോസിനെ കൂടെ കൂട്ടണം. പൗലോസ് പറഞ്ഞ അത് നടക്കുകയില്ല. കാരണം അവൻ കഴിഞ്ഞ തവണ നമ്മളോടുകൂടെ യാത്ര പുറപ്പെട്ടു പകുതി വഴിയിൽ വന്നപ്പോ അവൻ ഇട്ടേച്ചു പോയി. അതുകൊണ്ട് ഇനി അവനെ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ബർന്നബാസ് പറഞ്ഞു അത് വേണ്ട, അവനെ നമുക്ക് ഇത്തവണ കൂട്ടിയേ പറ്റുള്ളൂ. കാരണം ബർന്നബാസും മർക്കോസും ബർന്നബാസിന്റെ പെങ്ങളുടെ മകനാണ്, ബന്ധുക്കളാണ്, ഏറ്റവും അടുത്ത റിലേഷനാണ്. അപ്പൊ അതുകൊണ്ട് അവന് വേണ്ടി ബർന്നബാസ് ബാധിക്കുന്നു, അവനെ കൂട്ടിയേ പറ്റുള്ളൂ. പൗലോസ് പറഞ്ഞു അവനെ വേണ്ട. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായി, രണ്ടുപേരും രണ്ടായി പിരിഞ്ഞിട്ട് ബർന്നബാസ് മർക്കോസിനെയും കൂട്ടി മറ്റൊരിടത്തേക്ക് യാത്രയാകുന്നു. പൗലോസ് ശീലാസിനെയും കൂട്ടി മറ്റൊരിടത്തേക്ക് യാത്രയാകുന്നു. അപ്പൊ ഇതാണ് നമ്മൾ വായിച്ച ഇടത്തെ സംഭവം. ഇനി ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ ചില പ്രതിസന്ധികളും ഭാരങ്ങളും ഉണ്ടാകുമ്പോൾ ഇട്ടേച്ചു പോകുന്നത് ശുഭകരമല്ല എന്നത് വസ്തുതയാണെങ്കിലും ഈ ചെറുപ്പക്കാരനായ മർക്കോസിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറയാനായിട്ട് വരുന്നത്. സ്തോത്രം. ദൈവം മർക്കോസിനെ കുറിച്ചൊരു പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാരണം മർക്കോസിനെ കുറിച്ച് പൗലോസ് പറയാം, അവനെ ഈ യാത്രയിൽ വേണ്ട, അവൻ നമ്മളോടൊപ്പം യാത്ര തിരിച്ച് പാതി വഴിയിൽ ഇട്ടേച്ചു പോയതുകൊണ്ട് അവനെ വേണ്ട. ആരാണ് മർക്കോസ്, ആരാണ് പൗലോസ്? പൗലോസ് എന്ന് പറയുന്നത് പുതിയ നിയമം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായ മനുഷ്യനാണ്, ഏറ്റവും വലിയ താർക്കികനാണ്. ഏതൻസിലെ തത്വജ്ഞാനികളുടെ ഇടയിൽ ചെന്ന് അവരോട്
കൃത്യമായി സമ്പാദിക്കാൻ, അവരുടെ ജ്ഞാനത്തോട് വെല്ലുവിളി നടത്താൻ കഴിയുന്ന വലിയ മനുഷ്യനാണ് പൗലോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പൗലോസ് പറയുന്ന വാക്കിന് പ്രാധാന്യമുണ്ട്. ആ പൗലോസ് പറയുന്ന വാക്കുകൾക്ക് എന്നും പ്രസക്തിയുണ്ട്. പക്ഷേ ആ ജ്ഞാനിയുടെ വാക്കല്ല ദൈവം കൈക്കൊണ്ടത്. മർക്കോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ഇവിടെ ഒന്ന് പറയട്ടെ. നമ്മളെക്കുറിച്ച് ഈ രാവിലെ സമയം നമ്മളെല്ലാവരും അറിയേണ്ട കാര്യം, നമ്മളെക്കുറിച്ച് ലോകത്തിന് പല വിധങ്ങളായ അഭിപ്രായം ഉണ്ടാവും. ലോകത്തിന് നിങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ പല ചിന്താഗതികൾ ഉണ്ടാവും. ലോകത്തിന് നിങ്ങളെക്കുറിച്ച് പല വിധത്തിലുള്ള വിലയിരുത്തലുകളും കാഴ്ചപ്പാടും ഉണ്ടാകും. പക്ഷേ അതിനനുസരിച്ചല്ല നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, ഞാൻ മുന്നോട്ട് പോകേണ്ടത്. ദൈവം നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്, ഇങ്ങനെ വേണം ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകാൻ. സ്തോത്രം. അല്ലായിരുന്നെങ്കിൽ സ്തോത്രം പൗലോസ് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ഇവനെ വേണ്ടാന്ന് വെച്ചത് കൊണ്ട് ദൈവം അവനെ വേണ്ടെന്ന് വെക്കുകയില്ല. വലിയ ഉന്നതന്മാർ, വലിയ ജ്ഞാനികൾ, വലിയ നേതാക്കന്മാർ നമ്മളെ നിസാരന്മാരെന്ന് എണ്ണിയാൽ, നമ്മൾ കഴിവില്ലാത്തവരെന്ന് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ട് ആ മേഖലയിൽ നിന്ന് ഇട്ടേച്ചു പോവുക അല്ല വേണ്ടത്. അത് പ്രാർത്ഥനയിൽ നിന്നാകട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാകട്ടെ, നമ്മുടെ ജോലിയാകട്ടെ, അവര് പറഞ്ഞു, അവരെ പോലൊരാൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനി ഞാൻ ആ കാര്യങ്ങൾക്കില്ല എന്നല്ല പറയേണ്ടത്. അവരാരുമാകട്ടെ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ ആ ദൈവം പറയുന്നത് പോലെ ഞാൻ നീങ്ങൂ. ആ ദൈവത്തിന് എന്നെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, ആ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് വിശ്വസിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. സ്തോത്രം. അപ്പം ഈ മർക്കോസ് ഇങ്ങനെ പോകുമ്പോ, ഞാൻ ഈ പറഞ്ഞത് മർക്കോസിനെ പൗലോസിന് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ മനുഷ്യനെ കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി എന്താണ്, അത് ദൈവപദ്ധതിയുടെ അവനെ കുറിച്ചുള്ളതെന്ന് പറയാം. ഒന്ന്, മർക്കോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അവനൊരു നല്ല പ്രാർത്ഥിക്കുന്ന അമ്മയുണ്ടായിരുന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. കാരണം അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിൽ പത്രോസ് ജയിലിൽ കഴിയുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ജയിലിൽ പത്രോസ് കഴിയുമ്പോൾ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് അംഗീകരിക്കുന്നവരെ, യേശുക്രിസ്തുവിനെ ദൈവമെന്ന് പരസ്യമായി പറയുന്നവരെ എല്ലാം കൊല്ലുന്ന ഒരു കാലത്ത് പത്രോസിനെയും പിടിച്ച് ജയിലിട്ടു. ക്രിസ്തുവിന്റെ ശിഷ്യനാണ്, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ക്രിസ്തുവിന്റെ മാർഗം ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് റോമൻ ഗവൺമെന്റ് അവനെ കൊല്ലാനായിട്ട് ഇങ്ങനെ ജയിലിട്ടിരിക്കുകയാണ്. ആ സമയത്ത് യാക്കോബിനെ കൊന്നു കഴിഞ്ഞു, ഇനി പത്രോസിനെയാണ് കൊല്ലേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ ജയിലിലിടുമ്പോൾ ഒരു കൂട്ടം ദൈവമക്കൾ മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. അതെവിടെയാണെന്ന് അറിയാമോ? മർക്കോസിന്റെ അമ്മയുടെ വീട്ടിലാണ്. മർക്കോസിന്റെ അമ്മയുടെ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭാഗം നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ അതുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്, മർക്കോസിന്റെ വീട് ഒരു പ്രാർത്ഥനാലയമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രാർത്ഥനാലയമായിരുന്നു എന്ന് വെച്ചാൽ സ്തോത്രം, പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിലെ പയ്യനായിരുന്നു ഇവനെന്ന് കാണാൻ പറ്റും. ആ ഭാഗം കൊണ്ട് നമുക്കത് മനസ്സിലാകും. ഇവന്റെ വീട്ടിലേക്കാണ് പത്രോസ്, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസിനെ ദൈവത്തിന്റെ ദൂതൻ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവൻ ആ വീട് വരെ എത്തിക്കുകയും ആ വീട്ടിൽ ചെന്ന് കതകിന് മുട്ടുമ്പോൾ രോധ എന്നൊരു ചെറുപ്പക്കാരി, ഒരു ബാല്യക്കാരി ഇറങ്ങി വന്ന് പത്രോസിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്ത് ഈ മർക്കോസിന്റെ വീട്ടിലാണ്. സ്തോത്രം. അപ്പോ ആ വീട്ടിലെ ഒരു ചെറുപ്പക്കാരനാണ് ഈ മർക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം അതിലുള്ള, പ്രാർത്ഥിക്കുന്ന ഒരു വീട്, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ നിരതമായ അന്തരീക്ഷത്തിൽ അത്തരം ഒരു മാതാപിതാക്കളുടെ തലമുറയാകട്ടെ, അവർക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതുകൂടെ ഈ രാവിലെ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഇതിനകത്ത് എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ് എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ഭവനം എന്നെ ആത്മാർത്ഥമായി ശ്രദ്ധിക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരുതാൻ ദൈവം വിശ്വസ്തനാണ്. അവരെ കുറിച്ച് ലോകം എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ലോകം അവരെ കുറിച്ച് അവർക്ക് കഴിവില്ലെന്നോ അവരെ വേണ്ടെന്നോ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ അവരെ മാറ്റി നിർത്തിയേക്കാം. ലോകത്തിന്റെ മിടുക്കന്മാരെ അവരെ മാറ്റി നിർത്തിയേക്കാം. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്ന ഒരു മാതാവാണെങ്കിൽ, വില കൊടുക്കുന്ന ഒരു അമ്മ, വില കൊടുക്കുന്ന ഒരു അപ്പൻ, വില കൊടുക്കുന്ന സഹോദരങ്ങളാണെങ്കിൽ, നിങ്ങളിൽ ഒരുവനെ തകർത്ത് കളയാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒരുവനെ ദൈവം ഒരിക്കലും മാറ്റി നിർത്തുകയില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ആ കുടുംബത്തിൽ നിന്ന് ദൈവം ആ ചെറുപ്പക്കാരനെ വേർതിരിച്ചെടുക്കുകയാണ്. സ്തോത്രം. അപ്പോ ഈ പ്രാർത്ഥിക്കുന്ന ഒരു വീട്. രണ്ടാമത്തെ കാര്യം, ആ വീടിന്റെ മറ്റൊരു പ്രത്യേകതയും കൂടെ പറയാം. ആ വീട്ടിലെ മകനാണ് മർക്കോസ് എന്ന് പറയാനാണ് ഞാൻ വന്നത്. അവന്റെ പശ്ചാത്തലം പറയാനാണ് ഞാൻ വന്നത്. ഒന്ന്, അവന്റെ അമ്മ പ്രാർത്ഥിക്കുന്നയാളായിരുന്നു. ആ വീട് നിരന്തരം കാരണം ദൈവസഭ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പെട്ടുപോകുമ്പോൾ
അന്നത്തെ കാലം കൂടെ ഓർക്കണം. ഇന്ന് ഇപ്പൊ ഞാൻ സ്വതന്ത്രമായി ഒരു ആലയത്തിലിരുന്നാണ് ഇങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഞാൻ ഒരു പാഴ്സനേജിലാണ് താമസിക്കുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിക്കാൻ കഴിയാവുന്ന സ്വാതന്ത്ര്യമുള്ള ഇടത്തിരുന്നാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത്. പക്ഷെ ആ കാലത്ത് ഇത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒരുത്തൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുമായിരുന്നു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുമായിരുന്നു. ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ നാട് കടത്തുമായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ വലിയ പീഡയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് പത്രോസിനെ പിടിക്കുന്നത്. ആ സമയത്താണ് ഒരു കൂട്ടം മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ആ വീട് തുറന്നു കൊടുക്കുന്ന നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ അവരെ തേടി പിടിച്ച് കൊല്ലുന്ന ഒരു കാലത്ത് ഒരു കൂട്ടം ദൈവമക്കൾ, ഒരു കൂട്ടം ക്രിസ്ത്യാനികൾക്ക് എന്റെ വീട് തുറന്നു കൊടുക്കും എന്ന് മനസ്സ് കാണിച്ച ഒരു അമ്മയുണ്ട്. അവര് പറഞ്ഞത് ഇത്രേ ഉള്ളൂ: മരണമെങ്കിൽ മരണം, എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊല്ലുന്നെങ്കിൽ ഞങ്ങളെ അടക്കം, ഞങ്ങളുടെ വീടടക്കം. ആ വീടടക്കം അന്ന് സർക്കാർ കണ്ടുകിട്ടുമായിരുന്നു. കാരണം എബ്രായ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: സമ്പത്തുകളുടെ അപഹാരം പോലും നിങ്ങൾ സഹിച്ചു. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരെ കുറിച്ച് പറയാ. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞാൽ അവന്റെ സ്വത്ത് പോലും സർക്കാർ കണ്ടുകിട്ടുമായിരുന്നു. അവന് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ഒരു കാലത്താണ് ഒരു കൂട്ടം ദൈവമക്കൾക്ക് വീട്ടിൽ അഭയം കൊടുത്ത് പ്രാർത്ഥിക്കാൻ, നഷ്ടപ്പെട്ടു പോയ കൂട്ടത്തിൽ ഒരുവന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, ആത്മതപനം ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ ഒരു വീട് മുഴുവൻ തുറന്നു കൊടുത്ത ഒരമ്മ. ആ അമ്മയുടെ മകനെ ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിൽ മനുഷ്യൻ തള്ളിയാലും ദൈവത്തിന് ചേർക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ നഷ്ടങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ, കഷ്ടങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ വരാൻ എന്ത് ത്യാഗവും നഷ്ടങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അതിനെ ഹൃദയംഗമായി നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം: ചില സാഹചര്യങ്ങളിൽ മനുഷ്യർ നിങ്ങളെ തള്ളിയാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും. അതാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം അതാണ്. ആ പ്രാർത്ഥിക്കുന്ന ഒരമ്മ, പ്രാർത്ഥിക്കുന്ന ഒരു വീട്, ആ വീട്ടിലെ ചെറുപ്പക്കാരൻ മർക്കോസ്. രണ്ടാമത് ആ വീടിന്റെ മറ്റൊരു പ്രത്യേകത അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എന്ന് പറയുന്നത് സ്തോത്രം ലോക ചരിത്രത്തിലെ, ക്രൈസ്തവ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ്. അധ്യായം എന്താ? പെന്തക്കോസ്ത് നാൾ. പരിശുദ്ധാത്മാവ് ഓരോരുത്തന്റെ മേൽ പിളർന്നിരിക്കുന്ന അഗ്നിനാവുന്നത് പോലെ ഇറങ്ങി വന്ന് ആവസിച്ച് മനുഷ്യർ ഓരോരുത്തരും അവിടെ കൂടിയിരുന്ന ഓരോരുത്തരും അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങിയ ഒരു പുതിയ യുഗത്തിന്റെ പിറവിയാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നത്. ആ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പുതിയൊരു യുഗം പിറക്കുന്നു. പെന്തക്കോസ്ത് സഭയുടെ ആരംഭം, ദൈവപ്രവൃത്തിയുടെ ആരംഭം നമ്മൾ അവിടെ കാണുകയാണ്. എന്നാൽ ദൈവപ്രവൃത്തിയുടെ ആരംഭം കാണുന്നു എന്ന് പറയുമ്പോൾ സ്തോത്രം അതെവിടെയാണ്? മർക്കോസിന്റെ മാളിക മുറിയിൽ, മർക്കോസിന്റെ, നമ്മൾ ഇപ്പൊ വായിച്ച ഈ മർക്കോസിന്റെ വീടാണ് അവിടെയും അതിനും സാക്ഷിയായിട്ടുള്ളത്. എന്താണെന്നറിയാമോ? സ്തോത്രം എങ്ങനെയാണ് അവരവിടേക്ക് ചെന്നിരിക്കുന്നത്? നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം അവൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അനേകർക്ക് പ്രത്യക്ഷപ്പെട്ട അനന്തരം ശിഷ്യന്മാരോട് ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്: എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ യെരൂശലേമിൽ വാങ്ങിപ്പോകാതെ കാത്തിരിക്കണം. അപ്പോ കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തിന് വേണ്ടി കാത്തിരിക്കാൻ ശിഷ്യന്മാരെ യേശു കർത്താവ് ഉപദേശിച്ചു. അങ്ങനെ ഉപദേശിച്ചിരിക്കുമ്പോൾ സ്തോത്രം യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തു പോയതിനു ശേഷം ശിഷ്യന്മാർ ആകെ പരിഭ്രാന്തരായി. എന്തെന്നറിയില്ല. അവരെ നയിക്കാൻ ഇനി ഒരാളില്ല. അവർക്ക് ലീഡർ എന്ന് പറഞ്ഞാൽ മുൻപിൽ നിൽക്കാൻ ആളില്ല. കാരണം യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പലരും ഇന്ന് ഭയപ്പെട്ട് നിൽക്കുകയാണ്. എല്ലാത്തിനും എടുത്തിയാടിയ പത്രോസ് യേശുവിനെ വിചാരണ ചെയ്യുന്ന അന്ന് രാത്രി തന്നെ ആ മനുഷ്യൻ തള്ളിപ്പറയേണ്ടി വന്നു. യോഹന്നാനെ പിന്നെ കാണുന്നില്ല. മുൻപിൽ നിന്ന പല ശിഷ്യന്മാരെയും പിന്നെ കാണുന്നില്ല. യാക്കോബിനെയൊക്കെ കൊല്ലുന്നു. അങ്ങനെ വലിയ പ്രയാസങ്ങൾ നടക്കുന്ന ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ശിഷ്യന്മാർ ഇങ്ങനെ വല്ലാതെ കുഴങ്ങിയപ്പോൾ അവരോട് പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഇതിനു വേണ്ടി കാത്തിരിക്കണമെന്ന് യേശു കർത്താവ് പറഞ്ഞ വാക്ക് അവരോർത്തു. അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം. ഈ യെരൂശലേമിൽ തന്നെ ഇവർക്ക് കാത്തിരിക്കാൻ ഇടമില്ല, സ്ഥലമില്ല.
അവർ നേരെ ചെന്ന് മർക്കോസിന്റെ വീട്ടിലാണ്. മർക്കോസിന്റെ വീട്ടിൽ ചെന്ന് മർക്കോസിന്റെ വീട്ടിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഞങ്ങളോട് കർത്താവ് പുനരുത്ഥാനം ചെയ്യും മുമ്പ്, യേശു സ്വർഗാരോഹണം ചെയ്യും മുമ്പ് ഇങ്ങനൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞിരുന്നു, യെരൂശലേമിൽ കാത്തിരിക്കണമെന്ന്. അതുകൊണ്ട് യെരൂശലേമിൽ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ 100-ലധികം ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് പക്ഷേ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലമില്ല. അതിന്റെ കാരണം ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ പറ്റിയ സാഹചര്യങ്ങൾ പരസ്യ സ്ഥലങ്ങളിൽ അന്നില്ല. പരസ്യ സ്ഥലങ്ങളിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അനുവദിക്കുകയില്ല. കാരണം യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ തന്നെ കൊല്ലും. അപ്പോ രഹസ്യമായിട്ട് അവർക്ക് പാർക്കാൻ ഒരു ഇടം വേണമായിരുന്നു. അതിനുവേണ്ടി അവരിങ്ങനെ കാത്തിരിക്കാൻ. ഇല്ല, സ്ഥലമില്ല, ആരും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് മർക്കോസിന്റെ വീട് വീണ്ടും ദൈവപ്രവൃത്തിക്ക് ഒരു കാരണമാകുന്നത്. മർക്കോസിന്റെ വീട്ടിലേക്ക് ഈ 120 പേരെയും ആ അമ്മ, ആ അപ്പൻ സ്വീകരിക്കുകയാണ്. സ്തോത്രം. അതിൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാത്തിരിക്കാൻ മാത്രമേ കർത്താവ് അവരോട് പറഞ്ഞിട്ടുള്ളൂ. എത്ര ദിവസം എന്ന് പറഞ്ഞിരുന്നില്ല. നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി. എത്ര ദിവസം എന്ന് പറഞ്ഞില്ല. ഞാൻ ഇതിൽ കേൾവിക്കാരായ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ എൻ്റെ വീട്ടിലോ, ഇതിൽ ഇപ്പോ ഓഡിയൻസ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവര് പരസ്പരമോ നിങ്ങളുടെ വീട്ടിൽ ഒരതിഥിയായി ചെന്ന് വന്നിരിക്കട്ടെ, അല്ലെ ചെല്ലാനുള്ള താല്പര്യം പറഞ്ഞു വന്നിരിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീട്ടിൽ അതിഥിയായി വന്നാൽ നമ്മൾ പറയുന്നത് എന്താ? ഞാന് ഇവിടെ ഒരു ആവശ്യത്തിന് വന്നാൽ എനിക്കൊന്ന് ഒരു ദിവസം, അപ്പം ഓക്കെ എന്ന് പറയും. പക്ഷേ എത്ര ദിവസം എന്ന് പറയാതെ വന്നാൽ നമ്മൾ ഉൾക്കൊള്ളാൻ പാടാണ്. അപ്പൊ നമ്മൾ ചോദിക്കും എത്ര ദിവസത്തേനാണ്? അത് നമ്മൾ ചോദിക്കുമല്ലോ സ്വാഭാവികമായി. നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നോട് പറയാം, പാസ്റ്ററെ ഞാൻ അവിടെ വരുന്നുണ്ട്, എനിക്ക് ഒരു ദിവസം ഒന്ന് തങ്ങണം, അല്ലെ എനിക്ക് അവിടെ ഒന്ന് തങ്ങണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ന്യായമായും ചോദിക്കും, എത്ര ദിവസം കാണും ഇവിടെ? അത് സ്വാഭാവികമാണല്ലോ. തിരിച്ച് എന്നോട് നിങ്ങൾ ചോദിക്കും, എത്ര നാൾ ഉണ്ടാവും? ഇങ്ങനെ മർക്കോസിന്റെ വീട്ടിലെ ആ വീട്ടുകാർ ഈ 120 പേരോട് ചോദിച്ചിരുന്നെങ്കിൽ, ആട്ടെ നിങ്ങൾ യേശുക്രിസ്തു പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി യെരൂശലേമിൽ കാത്തിരിക്കാൻ പറഞ്ഞു, എത്ര ദിവസം എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. കാരണം എത്ര ദിവസം കാത്തിരിക്കണമെന്ന് പറഞ്ഞിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ എൻ്റെ വീട്ടിലോ താമസിക്കാനായി വരികയും എത്ര ദിവസം ഇവിടെ കാണും എന്ന് ചോദിച്ചാൽ അത് പറയാനൊക്കത്തില്ല പാസ്റ്ററെ. എത്ര ദിവസമൊന്നും പറയാൻ പറ്റുകയില്ല, കുറെ നാളുണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഉൾക്കൊള്ളുകയല്ല. കാരണം നമ്മളുടെ സ്വകാര്യതകൾ ഒത്തിരി ഹനിക്കപ്പെടും. നമ്മളുടെ വ്യക്തിപരമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് അതിലെല്ലാം പങ്കെടുക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മുടെ സ്വകാര്യതകൾ മാറ്റിവെക്കണം. അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ ലിമിറ്റ് വെക്കും. ഇത്ര ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, 2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെ 3 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ തിരക്ക് പറഞ്ഞ് നമ്മൾ ഒഴിയാൻ സാധ്യതയുണ്ട്. പക്ഷെ മർക്കോസിന്റെ വീട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. 120 പേര്, 1-2 പേരല്ല, 120-ലധികം ആൾക്കാർ. ഏകദേശം 120 എന്നാണ് എഴുതിയത്. അപ്പം ഏകദേശം 120-ലധികം ആൾക്കാർ മർക്കോസിന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ പറയുന്ന സാഹചര്യങ്ങളോട്, അതിന്റെ ഭീകരതയോടെ നിങ്ങൾ ഓർക്കണം. ഒരു ക്രിസ്ത്യാനിയെ പാർപ്പിച്ചാൽ അവനെ വീടടക്കം കൊല്ലും. അങ്ങനെ ഇരിക്കെ 120 പേരെ വീട്ടിലേക്ക് താമസിപ്പിച്ചു, കൊണ്ടുവന്നു. നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ ഇരുന്നോളൂ, പ്രാർത്ഥിച്ചോളൂ, ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തിനായി കാത്തിരുന്നോളൂ എന്നിങ്ങനെ പറയുമ്പോൾ ആ വീട്ടുകാരെടുത്ത റിസ്ക് എത്ര വലുതാണെന്ന് അറിയാമോ? അവർ ഭരണകൂടത്തിന്റെ നിലവിലുള്ള ഒരു നിയമത്തെ വെല്ലുവിളിക്കുകയാണ്. നിലവിലുള്ള ഒരു വ്യവസ്ഥിതിയോട് അവർ കലഹിക്കുകയാണ്. ഇതാണെങ്കിൽ മരണമെങ്കിൽ മരണം വരട്ടെ, വേണമെങ്കിൽ അവർക്ക് ഇവരെ ഒഴിവാക്കിയാൽ ആ രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കരുതോ? മർക്കോസിന്റെ വീട്ടുകാർക്ക് 120 പേരോട് പറയാ, അല്ലെങ്കിൽ വന്ന ശിഷ്യന്മാരോട് പറയാ, ഞങ്ങൾക്ക് പറ്റുകയില്ല, തൽക്കാലം നിങ്ങൾ മറ്റൊരിടത്തായിട്ട് ജീവിച്ചാട്ടെ. നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യം തന്നെ അറിയാമല്ലോ, നമുക്ക് പാടാൻ, നമുക്ക് പ്രാർത്ഥിക്കാൻ, യേശു ദൈവമാണെന്ന് പറയാൻ ഒന്നും ഇവിടെ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ഇല്ലാത്തൊരു പ്രശ്നം പിടിച്ചു വെക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യമായിരുന്നു. പക്ഷെ ആ അമ്മയും മർക്കോസും അവന്റെ വീട്ടുകാരും ഒക്കെ എടുത്ത് താല്പര്യം യേശു നിമിത്തം ഉണ്ടാകുന്ന നഷ്ടങ്ങളും അഭിമാനമെന്ന് കരുതി. യേശു നിമിത്തം ഞങ്ങൾക്ക് മരണം ഉണ്ടാകുന്നെങ്കിൽ അഭിമാനമാണ്. യേശു നിമിത്തം ഞങ്ങളുടെ സമ്പത്ത് കൊള്ളയിടുന്നെങ്കിൽ, യേശു നിമിത്തം എൻ്റെ വസ്തുവകകൾ സർക്കാർ പിടിച്ചെടുക്കുന്നെങ്കിൽ, ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നെങ്കിൽ, ഞങ്ങൾ അപമാനിക്കപ്പെടുന്നെങ്കിൽ, അത് സന്തോഷവും അഭിമാനവും എന്ന് കരുതി വരാൻ പറഞ്ഞു. അവരെ മുഴുവൻ ആ വീട്ടിലേക്ക് കൈക്കൊണ്ടിട്ട് അവർക്ക് വീടൊരുക്കി കൊടുത്തു. എത്ര ദിവസവും ഉറപ്പില്ല.
ഇങ്ങനെ റിസ്ക് എടുക്കാൻ ഈ കൂട്ടത്തിൽ എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് കഴിയും? നിങ്ങളുടെയൊക്കെ വീടുകളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ ആരാധന ചിലപ്പോഴൊക്കെ ചില വീടുകളിൽ നടത്താറുണ്ട്. ആരാധന അത് ആലയത്തിന്റെ പണിയോ മറ്റെന്തെങ്കിലുമൊക്കെ വരുമ്പോൾ താൽക്കാലിക സംവിധാനം എന്ന വണ്ണം ആരാധന വീടുകളിലേക്ക് നടത്തുന്നവരുണ്ട്. അപ്പോഴും നമ്മൾ വെക്കുന്ന ഒരു കണ്ടീഷൻ എത്ര നാളെന്നൊരു ചോദ്യം നമുക്കുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കണ്ടീഷൻ ഇല്ലാതെ, എത്ര നാളെന്ന ചോദ്യമില്ലാതെ, ദൈവത്തിന്റെ മുൻപാകെ അങ്ങോട്ട് എന്തെങ്കിലും കണ്ടീഷൻ പറയാതെ സമ്പൂർണമായി സമർപ്പിക്കുന്നവനെയും അവന്റെ തലമുറയെയും ഇന്നും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നമ്മൾ അതിലൂടെ കാണുന്നത്. അപ്പൊ അങ്ങനെ തുറന്നു കൊടുത്ത വീട്ടിലെ ഒരു പയ്യനാണ് മർക്കോസ്. അപ്പൊ ഞാൻ ഈ രാവിലെ സമയം നിങ്ങളോട് പറയുന്നത്, ദൈവനാമത്തിന് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കുന്ന, ദൈവനാമത്തിന് വേണ്ടി ഇങ്ങനെ തങ്ങളെയും തങ്ങളുടെ സ്വകാര്യതയെയും തങ്ങൾക്ക് ദൈവം നൽകിയതെല്ലാം ദൈവനാമത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിനെ, ഒരു ചെറുപ്പക്കാരനെ, ഒരു മകനെ ദൈവത്തിന് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. അത് പൗലോസിന് പക്ഷെ അങ്ങനെയൊക്കെ പറയും. പൗലോസ് വലിയ മനുഷ്യനാണ്, പൗലോസിനെ നിരാകരിക്കാൻ നമുക്ക് കഴിയില്ല. ധന്യനായ പൗലോസ് ശ്ലീഹ. പക്ഷേ അദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ ഒരു കോപത്തിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി എന്ന് കരുതിയ ആ മനുഷ്യനെ കുറിച്ച് പൗലോസ് പറയാം, അവനെ വേണ്ട നമുക്ക്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഈ മകനെ കുറിച്ച് തീരുമാനിച്ചത്, പൗലോസ് നിനക്ക് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൽ, പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന് അടിമപ്പെട്ടെടുക്കേണ്ട തീരുമാനമല്ല. ഇവൻ വരുന്നത് ഒരു വലിയ ത്യാഗത്തിലൂടെയാണ്. ഇവന്റെ വീട് എന്റെ നാമത്തിനു വേണ്ടി ഇട്ടെറിഞ്ഞു കൊടുത്തതാണ്. ഇവന്റെ വീട് എന്റെ നാമത്തിനു വേണ്ടി എന്തെല്ലാം സഹിച്ചു എന്ന് നിനക്കറിയാമോ? മരണത്തെ മുഖാമുഖം കണ്ട് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു അമ്മയാണ് ഇവനുള്ളത്, ഒരു വീടാണ് ഇവനുള്ളത്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഈ മകനെ ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പത്രോസിനെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പത്രോസിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാമോ? നമുക്ക് 4 സുവിശേഷങ്ങളാണുള്ളത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങളാണ്. ആ 4 സുവിശേഷങ്ങളിൽ ഒരു സുവിശേഷം 4 ആംഗിളിൽ കാണുന്നു എന്നുള്ളതാണ്. 4 സുവിശേഷമല്ല, ഒരു സുവിശേഷത്തെ 4 പേർ 4 വീക്ഷണകോണുകളിൽ കാണുന്നു എന്നാണ് അതിനർത്ഥം. അതിൽ ആദ്യത്തെ സുവിശേഷം എഴുതിയ കാലം അനുസരിച്ചാൽ ആദ്യത്തെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണ്, മത്തായി അല്ല. അത് പുസ്തകം സെറ്റ് ചെയ്തു വന്നപ്പോൾ അത് എഴുതിയിരിക്കുന്ന വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് പുസ്തകം, അങ്ങനെയാണ് ബൈബിളിലെ പുസ്തകങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരിക്കലും എഴുതിയ കാലം അനുസരിച്ചിട്ടല്ല. എഴുതിയ കാലം അനുസരിച്ചിട്ട് ഓരോന്നോരോന്നോരോന്ന് അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള ബൈബിളിന്റെ പല ഓർഡറുകളും നമുക്ക് മാറ്റേണ്ടി വരും. എഴുതിയ കാലം അനുസരിച്ചിട്ടല്ല ബൈബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം ഏതാണോ അതിന്റെ പ്രാധാന്യം അനുസരിച്ചിട്ടാണ് ബൈബിൾ ഒന്നാമത്തെ പുസ്തകം, രണ്ടാമത്തെ പുസ്തകം അങ്ങനെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ സുവിശേഷങ്ങളിൽ ആദ്യത്തെ സുവിശേഷം മർക്കോസിൻ്റെതാണ്. ആദ്യത്തെ ചരിത്രം, യേശുവിനെ കുറിച്ച് ഒരു ചരിത്രം എഴുതുമ്പോൾ ദൈവം മർക്കോസിന്റെ കരങ്ങൾക്ക് ബലം നൽകി. അതിന്റെ കാരണം എന്താ? പൗലോസ് വേണ്ടെന്ന് പറഞ്ഞവൻ, പാതി വഴിയിൽ ഇട്ടേച്ചു പോയവൻ, ധൈര്യമില്ലാത്തവൻ, ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവൻ എന്നൊക്കെ പറയുമ്പോഴും യേശുവിനെ കുറിച്ച് ആദ്യത്തെ ഒരു ചരിത്രം ദൈവം ഈ ബലഹീനനായ മനുഷ്യനെ കൊണ്ട് എഴുതിക്കുമ്പോൾ നിങ്ങളും ഞാനും ഈ പ്രഭാതത്തിൽ അറിയേണ്ടത്, നമ്മുടെ ഒത്തിരി കുറവുകളുണ്ട്, ഒത്തിരി വീഴ്ചകൾ നമുക്കുണ്ട്, ഒരുപാട് പാകപ്പിഴകൾ നമുക്കുണ്ട്. പക്ഷേ ആ പാകപ്പിഴകളെ, ആ വീഴ്ചകളെ, ആ ലംഘനങ്ങളെ ഒക്കെ ദൈവം മാറ്റിയിട്ട് നമ്മുടെ ആ ചെറിയ ചെറിയ പരിമിതികളൊക്കെ മറന്ന് നാം അനുഭവിച്ച ത്യാഗത്തിനനുസരിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ പാതി വഴിയിൽ ഇട്ടേച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ദൈവം അവനെ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ മാർക്കോസിന്റെ സുവിശേഷം ഉണ്ടാകുമായിരുന്നില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു ചരിത്രം രചിക്കുമ്പോൾ ഈ മനുഷ്യനൊരു സ്ഥാനം ഉണ്ടാകുമായിരുന്നില്ല. സ്തോത്രം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ നമ്മളെ കുറിച്ചൊന്ന് ഓർത്ത്, നിങ്ങളെ എന്നെയും കുറിച്ചൊന്ന് ഓർത്ത്, എത്രയോ കുറവുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്, എത്ര വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ സമയത്തൊക്കെ ദൈവം നമ്മളെ വെട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ, ആ സമയത്ത് ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ, ആ സമയത്ത് ദൈവം നമ്മളെ ഇനി വേണ്ട, ഇവനെ ഇനിയും ഈ വേലയ്ക്ക് കൊള്ളുകയില്ല, അല്ലെങ്കിൽ എന്റെ നാമത്തിന് ഇവനെ വേണ്ട, എന്റെ നാമം വഹിക്കാൻ, എന്റെ നാമത്തെ കുറിച്ച് പറയാൻ, പ്രസംഗിക്കാൻ, പാടാനൊന്നും ഇവൻ വേണ്ട, ഇവൾ വേണ്ട എന്നൊക്കെ ദൈവം തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരും ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ദൈവം നമ്മുടെ ചെറിയ ലംഘനങ്ങൾ, നമ്മുടെ ചെറിയ വീഴ്ചകൾ, നമ്മുടെ ചെറിയ ചെറിയ പാകപ്പിഴകളൊക്കെ നമ്മളോട് ക്ഷമിച്ച് നമ്മളെ വീണ്ടും ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് ദൈവത്തിന് ഉപകാരപ്പെടേണ്ടതിന് ഇന്നും നമുക്ക് കർത്താവ് സംഗതി വരുത്തിയിരിക്കുന്നത്.
സ്തോത്രം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത്, അപ്പൊ ഇങ്ങനെ ഈ പ്രശ്നങ്ങളിലൂടെ പോകും ദൈവം മർക്കോസിന് പറയാം, നീ പേടിക്കണ്ട, നിനക്ക് വേണ്ടി ഞാൻ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. തള്ളിക്കളഞ്ഞു മനുഷ്യൻ. വലിയ വലിയ ആൾക്കാരാ തള്ളിക്കളഞ്ഞത്, നിസ്സാരക്കാരാണോ തള്ളിക്കളഞ്ഞത്? ചെറിയൊരു മർക്കോസിനെ തള്ളിക്കളഞ്ഞത് അല്ലെ? മർക്കോസിനെ കുറിച്ച് ഇവൻ കൊള്ളുകയല്ല എന്ന് പറഞ്ഞത് നിസ്സാരക്കാരനല്ല, കഴിവില്ലാത്ത ആളല്ല പറഞ്ഞത്, ഒരു ചെറിയ മനുഷ്യനല്ല പറഞ്ഞത്, ഒരു വലിയ ആളാണ് പറഞ്ഞത്, അപാര കഴിവുള്ള ആളാണ് പറഞ്ഞത്, ഒരു തത്വചിന്തകനാണ് പറഞ്ഞത്. പൗലോസ് ഒരു വലിയ മനുഷ്യനാണ്, തത്വചിന്തകനാണ്, ലോകം മുഴുവൻ സഞ്ചരിച്ച് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചയാളാണ്, ദൈവസഭയെ ഒത്തിരിയിടത്ത് സ്ഥാപിച്ചയാളാണ്, സുവിശേഷത്തിന് വേണ്ടി ഒത്തിരി കഷ്ടം സഹിച്ചയാളാണ്. ആ മനുഷ്യനായി ഇവനോട് പറഞ്ഞു വേണ്ടത്. അതുകൊണ്ട് സ്തോത്രം, ഈ പ്രഭാതത്തിൽ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നിങ്ങളെ കുറിച്ച് ഒരു മോശം കാര്യം പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ ആളാകണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ക്കാൾ നിസാരനല്ല നിങ്ങളെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വലിയ മനുഷ്യരായിരിക്കും നിങ്ങളെ കുറിച്ച് മോശം പറഞ്ഞു. നിങ്ങൾക്ക് കഴിവില്ലെന്ന്, നിങ്ങളെ അതിന് കൊള്ളുകയല്ലെന്ന്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെന്ന്, നിങ്ങളുടെ പാട്ട് ശരിയല്ലെന്ന്, നിങ്ങളുടെ അന്യഭാഷ ശരിയല്ലെന്ന്, നിങ്ങൾ ഈ ചെയ്യുന്ന ഒന്നും ശരിയല്ലെന്ന് പറഞ്ഞത് ലോകത്തിലെ വലിയ മനുഷ്യരായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുള്ള വലിയ മനുഷ്യരായിരിക്കും, നിങ്ങൾക്ക് ഒരിക്കലും തുലനം ചെയ്യാൻ കഴിയാത്ത മനുഷ്യരായിരിക്കും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ അവരുടെ വാക്കിന്റെ മുമ്പ് പതറണ്ട, നിങ്ങൾ അവരുടെ വാക്കിന്റെ മുമ്പ് നിരാശപ്പെട്ടു പോകണ്ട. നിങ്ങളെ വിളിച്ചത് ദൈവമാണ്. നിങ്ങളോട് നിരാശയുടെ വാക്ക് പറഞ്ഞവനേക്കാൾ വലിയൊരു മനുഷ്യൻ ഉയരത്തിലുണ്ട്, വലിയൊരാൾ ഉയരത്തിലുണ്ട്. ആ ആളാണ് നമ്മളെ വിളിച്ചത്. അതെങ്ങനെയാ നമ്മളെ വിളിച്ചത്? അത് ഇവര് കാണുന്നത് പോലെയല്ല. സങ്കീർത്തനം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എന്റെ ഉഴൽച്ചകളെല്ലാം അറിയുന്നു, എന്റെ കണ്ണുനീർ അവന്റെ തുരുത്തിയിലാക്കി വെക്കുന്നു. നമ്മുടെ ഉഴൽച്ചകളെല്ലാം അറിയുന്ന ദൈവം. സ്തോത്രം. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ പിണ്ടാകാരമാകും മുമ്പ്, 139 സങ്കീർത്തനം, ആകും മുമ്പ് നമ്മൾ നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരിക്കെ നമ്മെക്കുറിച്ച് അവന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്ന ദൈവം. ലോകസ്ഥാപനത്തിന് മുമ്പ്, എഫേസ്യ ലേഖനം പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ആ ദൈവമാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഈ മനുഷ്യന് പറയുന്ന വാക്കിലൊന്നും ആരും നിരാശപ്പെട്ടു പോകരുത്. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി, മനുഷ്യൻ കാണിക്കുന്ന കുറെ കാര്യങ്ങൾ, മനുഷ്യന്റെ ചില സാഹചര്യങ്ങളൊന്നും ആരും നിരാശപ്പെട്ടു പോകണ്ട, ആരും കുഴഞ്ഞു പോകണ്ട. അതിങ്ങനെയാണ്, അത് ലോകം ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് എന്ത് പറയുന്നുവെന്ന് ഇന്ന് രാവിലെ ഓർക്കണം. ദൈവത്തിന് എന്നെ കുറിച്ച് എന്താണ്, അതിന് എല്ലാ ദിവസവും അത് മാത്രം ഓർത്തിച്ചാൽ മതി. മനുഷ്യര് എന്ത് പറയുന്നു എന്നാരും ഒന്നും ഓർത്ത് നിരാശപ്പെടരുത്. മനുഷ്യൻ എപ്പോഴും നിരാശപ്പെടുത്താനേ കഴിയും. മനുഷ്യൻ അതിനു വേണ്ടിയാണ്. കാരണം എല്ലാ ആൾക്കാരും ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു? രാവിലെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്ത അതായിരിക്കണം. ദൈവം എന്നെ, ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും അങ്ങനെ ചിന്തിക്കണം, ദൈവത്തിന് എന്നെ കുറിച്ച് എന്താണ് ഇന്ന് പറയാനുള്ളത്. ഓരോ രാത്രി വൈകുമ്പോഴും നിങ്ങൾ അത് ഓർക്കണം, ഇന്ന് ദൈവത്തിന് എന്നെ കുറിച്ച് എന്താണ് പറയാൻ കഴിഞ്ഞത്. ഈ രാത്രിയിൽ നിങ്ങൾ ഓരോ രാത്രിയും നമ്മളെല്ലാവരും കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു നിമിഷം നിങ്ങൾ കിടക്കയിലേക്ക് പോകുമ്പോൾ, ഒന്ന് നിദ്രയിലേക്ക് വീഴും മുമ്പ് ഒരു 1-2 മിനിറ്റ് ഒന്ന് നിങ്ങളുടെ കിടക്കയിലിരുന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ദൈവം എന്നെ കുറിച്ച് ഇന്ന് പകൽ എന്തായിരിക്കും പറഞ്ഞത്? നമ്മുടെ നീതിയൊന്നും ദൈവത്തിന്റെ മുമ്പിൽ നീതിയല്ല, നമ്മുടെ നന്മയൊന്നും ദൈവം കാണുന്ന നന്മകളല്ല. നമ്മുടെ നന്മയും നീതിയും സംതൃപ്തിയും ഒക്കെ നമുക്ക് മാത്രം ഉള്ളതാണ്. ദൈവം എങ്ങനെ കാണുന്നു എന്നുകൂടെ നമ്മൾ ഒന്ന് ഓർക്കണം. നമ്മുടെ നീതി പ്രവൃത്തികളെ കുറിച്ച് ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെ ഇല കൊഴിഞ്ഞ വൃക്ഷം പോലെ മാത്രമാണ്, കറ പിടിച്ച തുണി പോലെയാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ ഒരുവന് ഒരു കുറ്റത്തെക്കുറിച്ചും ഒരു തെറ്റിനെ കുറിച്ചും ബോധം വന്നില്ല എന്ന് വന്നാലും നിങ്ങൾ നീതിമാന്മാരല്ല. എന്ന് വെച്ചാല് നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം മുഴുവൻ നമ്മൾ നോക്കിയാൽ, ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും മോശം വാക്ക് പറഞ്ഞില്ല, ഞാൻ മോശപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്തില്ല, ഞാൻ ന്യായമായും ദൈവത്തിന് ഹിതകരമായതേ ചെയ്തുള്ളൂ, എന്റെ ജീവിതം ഇന്ന് സംതൃപ്തമായിരുന്നു, കൊള്ളാം എന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ നീതിമാന്മാരെന്ന് വരുന്നില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ നീതിയുമായി തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നീതി പ്രവൃത്തിയും അതിനോട് അടുത്തു വരുന്നില്ല, അതിനോട് താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്തത്ര ഉയരത്തിലാണ് ദൈവത്തിന്റെ നീതിയും നമ്മുടെ പ്രവൃത്തിയും. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വാക്കുകളെ നിങ്ങൾ ഭയപ്പെടരുത്. മനുഷ്യന്റെ വാക്കുകൾ നിങ്ങളെ നിരാശപ്പെടുത്തരുത്. മനുഷ്യന്റെ വാക്കുകൾ നിങ്ങളെ അധൈര്യപ്പെടുത്തരുത്.
മനുഷ്യന്റെ സമീപനങ്ങൾ നിങ്ങളെ ചെറുതാക്കാൻ ഉതകുകയുള്ളൂ. ദൈവം നിങ്ങളോട് എന്ത് പറയുന്നു, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എന്താണ് പദ്ധതി എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ കടന്നു വന്ന വഴികളൊക്കെ ദൈവം അറിയുന്നുണ്ട് എന്നുകൂടെ ഓർക്കണം. സ്തോത്രം. ഞാൻ ഒരു വാക്കുകൂടെ, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളൊക്കെ പരിമിതപ്പെടുത്താം. ഈ പൗലോസ് തന്നെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പൗലോസ് എന്റെ അഭിപ്രായത്തെ ദൈവം തിരുത്തുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലാണ് ആ സംഭവം. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഇന്ന് ഇപ്പോൾ ആസിയിൽ വചനം പ്രസംഗിക്കേണ്ട. ആസിയ മേഖലകൾ, ഇന്നത്തെ ഏഷ്യയുടെ ആ മേഖലകളെ കുറിച്ച് മാത്രമല്ല, അന്നത്തെ ഭൂപ്രകൃതിയിലുള്ള കുറെ സ്ഥലങ്ങൾ മറ്റ് പലയിടങ്ങളിലേക്ക് ചിതറിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഏഷ്യ ഭൂഖണ്ഡം നമുക്ക് പൂർണ്ണമായി ചേർത്ത് പറയാൻ കഴിയില്ല. അതുപോട്ടെ, അത് ഇതിനോട് ചേർത്ത് പറയേണ്ടതുമല്ല, ഞാൻ സന്ദർഭവശാൽ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോ ആ ആസിയയിൽ വചനം പ്രസംഗിക്കണം പൗലോസിന്റെ വലിയൊരു ആഗ്രഹമാണ്. കാരണം സമ്പന്നമായ പ്രശസ്തമായ പട്ടണങ്ങളൊക്കെ അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നത് ആ മേഖലയിലാണ്. വലിയ തുണിത്തരങ്ങൾക്ക് പ്രശസ്തി ഉണ്ടായിരുന്ന കുറെ സ്ഥലങ്ങൾ അവിടെയുണ്ട്. വലിയ സർവകലാശാലകൾക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങൾ അന്ന് ആസിയ മേഖലയിലുണ്ട്. പിന്നെ അന്നത്തെ ചികിത്സാ രീതികൾ വലിയ വലിയ നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് പോലെ പുരാതന ലോകത്തിലെ പ്രസിദ്ധമായ ചികിത്സാ കേന്ദ്രങ്ങൾ ആസിയയുടെ ചില ഇടങ്ങളുണ്ട്. ശുദ്ധജലത്തിന് അന്ന് ശുദ്ധജലം ലഭിക്കാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷെ ശുദ്ധജലം സമൃദ്ധമായി ലഭിക്കുന്ന കുറെ ഇടങ്ങൾ അവിടെയുണ്ട്. രത്നങ്ങൾ, വജ്രങ്ങൾ, അതിനൊക്കെ പ്രസിദ്ധമായ, അത് കുഴിച്ചെടുക്കുന്ന കുറെ ഇടങ്ങൾ അവിടെയുണ്ട്. അതൊക്കെ ഈ ആസിയ മേഖലയിലെ ഓരോരോ പ്രസിദ്ധമായ പട്ടണങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി യേശുവിനെ പ്രസംഗിക്കണം. അത് വലിയൊരു ആഗ്രഹമാണ്. സ്തോത്രം. ഞാൻ അവിടെ ഒരു കാര്യം കൂടെ പറയാം. യേശുവിനെ പ്രസംഗിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ അടങ്ങാത്ത ആഗ്രഹമായിരിക്കുമ്പോഴും അതെവിടെയെന്ന് വേണമെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ദൈവമാണ് നമ്മളുടെ പ്രോഗ്രാം ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്, ചാർട്ട് ചെയ്യുന്നത് എന്നുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കും, നന്നായിരിക്കും. ചിലർക്ക് ആഗ്രഹം ഏതെങ്കിലും യൂറോപ്യൻ നാട് ലക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കുന്നവരും പരിശ്രമിക്കുന്നവരുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ചിലർ വടക്കേ ഇന്ത്യൻ മേഖലകൾ, ചിലർ അതിനേക്കാൾ അതിദരിദ്രമായ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ലക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പരിശ്രമിക്കുന്നവരുണ്ട്, സമ്പത്ത് ആ വഴി ചെലവഴിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം അറിയേണ്ടത്, ശുശ്രൂഷയിൽ ആഗ്രഹങ്ങൾ നല്ലതാണ്, അത് ദൈവം മാനിക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷ ചാർട്ട് ചെയ്യുന്ന ദൈവമാണെന്ന് അറിയണം. ദൈവം അത് ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയാണ് നിങ്ങൾ ഏറ്റവും ഫലകരമായി പ്രയോജനപ്പെടുന്നത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. നിങ്ങൾ എവിടെയാണ് ശരിയായി പ്രയോജനപ്പെടുന്നത്, നിങ്ങൾ എവിടെയാണ് നിങ്ങളെ നന്നായി ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇന്ന മേഖല എനിക്ക് വേണം എന്ന്, അത് തെറ്റില്ല, അത് ശരിയാണ്. കാരണം ബൈബിളിൽ അങ്ങനെ തന്നെ ചോദിച്ചവരുണ്ട്. കാലേബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്കറിയാമല്ലോ. ഇസ്രായേൽ ജനം നാടെല്ലാം വിഭാഗിച്ച് ഒക്കെ വരുമ്പോൾ അനാക്യമല്ലന്മാരൊക്കെ പാർക്കുന്ന ദേശം കണ്ട് ഒത്തിരി പേര്, അന്നത്തെ മിടുക്കന്മാരൊക്കെ വിറച്ചു നിൽക്കുകയാണ്. അവിടുത്തെ ഒരു ഗോത്രത്തെ കുറിച്ച് അന്ന് പറയുന്നത്, ഞാൻ സന്ദർഭം വിട്ടു പോവുകയല്ല, ഞാനൊരു ഉദാഹരണം ഒന്ന് പറയാം. അന്നത്തെ ഒരു ഗോത്രത്തെ കുറിച്ച് പറയുന്നത്, ആ ഗോത്രത്തിൽ 300 പേർ ഇടം കൈ കൊണ്ട് ഒരു രോമത്തിന് പോലും ഉന്നം തെറ്റാത്തവർ 300 കവിണക്കാർ ഉണ്ടായിരുന്നു എന്നാണ്. അതായത് അവരൊരു ഇടം കൈ കൊണ്ട് എറിഞ്ഞാൽ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തും. അത് ഒരു രോമത്തെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഒരു തലമുടിനാരിനെയാണ് ലക്ഷ്യം വെച്ചാണ് അവർ എറിയുന്നതെങ്കിൽ പോലും അതിൽ തന്നെ കൊള്ളും. അതായത് കൃത്യസ്ഥാനത്ത് ഉന്നം വെച്ചെറിയാൻ കഴിയുന്ന 300 ഈ കവിണയിൽ കല്ല് വെച്ചെറിയുന്ന 300 പേർ, അഭ്യാസം ലഭിച്ച 300 പേരുണ്ടായിരുന്ന ഒരു ഗോത്രത്തിൽ. പക്ഷെ അവരടക്കം പിന്മാറിപ്പോയി. ആ സമയത്താണ് പടുവൃദ്ധനായ കാലേബ് എഴുന്നേറ്റ് വന്നിട്ട് യോശുവയോട് പറയാണ്, അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ദേശം എനിക്ക് തരണം. അവിടെ അനാക്യമല്ലന്മാരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് നീ വിളിച്ച അതേ നാളിലെ ബലം ഇന്നും എന്നിലുണ്ട്. നീ വിളിച്ച അതേ നാളിലെ കരുത്തും ധൈര്യവും ഒട്ടും ചോർന്നു പോകാതെ ഇന്നും എന്നോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നവനാണ് കാലേബ്. ഞാൻ പറഞ്ഞത്, സ്തോത്രം, ദൈവം അങ്ങനെ പറഞ്ഞ് ചോദിച്ചു വാങ്ങുന്ന സ്ഥലം, അതൊന്നും തെറ്റില്ല. പക്ഷെങ്കിൽ ദൈവം നമ്മളെ കുറിച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ നമ്മുടെ മിനിസ്ട്രി ഒക്കെ ദൈവം ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ധൈര്യത്തോടെ അതിനുവേണ്ടി ഇറങ്ങണം. കർത്താവ് വിശ്വസ്തനാണ്.
സ്തോത്രം. എന്നിട്ട് ഈ ആശയിൽ വചനം അത് പെട്ടെന്ന് പറയാം, സമയം നമ്മുടെ മുമ്പിൽ. ആശയിൽ വചനം പ്രസംഗിക്കണ്ടെന്ന് പറഞ്ഞു. പൗലോസിനെ മാറ്റി നിർത്തി. ദൈവം പിന്നെ അവിടേക്ക് ആ സ്ഥലത്തേക്ക് വിടുന്ന ആരെയാണെന്ന് അറിയാമോ? പൗലോസിനോളം ജ്ഞാനമില്ലാത്ത, പൗലോസിനോളം കഴിവില്ലാത്ത, പൗലോസിനോട് പോലും വിദ്യാഭ്യാസമോ പ്രാപ്തിയോ ജ്ഞാനമോ അറിവോ ഒന്നുമില്ലാത്ത യോഹന്നാൻ ബെത്സയിദ കടൽക്കരയിൽ മീൻ പിടിച്ച് മാത്രം നടന്ന് അതിന്റെ പരിസരത്ത് മാത്രം യാത്ര ചെയ്ത് ശീലമുള്ള ആ ബെത്സയിദ കടൽ തീരത്തിന്റെ ആ റേഞ്ച് നമുക്കറിയാം. ഒരു മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളിയുടെ റേഞ്ച് നമുക്കറിയാം. ഞാൻ അത്തരക്കാരെ അവഹേളിക്കുകയല്ല, അപമാനിക്കുകയല്ല. പക്ഷെ ഇന്ന് അത് ശാസ്ത്രമൊക്കെ പുരോഗമിച്ചു, സാങ്കേതിക വിദ്യകളൊക്കെ വല്ലാതെ ഉയർന്നു വിശാലമായി കഴിഞ്ഞു. ഇന്ന് മീൻ പിടിക്കുന്ന തൊഴിലാളികളൊക്കെ നല്ല സാങ്കേതിക പരിജ്ഞാനമുള്ളവരൊക്കെയാണ്. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുൻപ് അതായിരുന്നില്ല സ്ഥിതി. അക്ഷരാഭ്യാസമില്ലാത്ത ബെത്സയിദ കടൽ തീരത്ത് മാത്രം ജീവിച്ചിരുന്ന ഒരു ശുദ്ധഗതിക്കാരനായ ഒരു മനുഷ്യനെ പറഞ്ഞ് പൗലോസിന് പകരം വിടുകയാണ്. അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ വിടുമ്പോൾ സ്തോത്രം, നമ്മുടെ കഴിവോ കഴിവുകേടോ ഒന്നും നോക്കണ്ട. നമ്മുടെ പ്രാപ്തിയോ പ്രാപ്തിക്കുറവോ ഭാഷാ പരിജ്ഞാനമോ പ്രാവീണ്യമോ ഒന്നും നോക്കണ്ട. വിളിച്ച ദൈവമാണെങ്കിൽ ധൈര്യമായി കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യണം. സ്തോത്രം. അപ്പോൾ നമ്മുടെ സമയം ഇവിടെ പര്യവസാനിക്കുകയാണല്ലോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഈ രാവിലെ സമയം പറയുന്നു, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതെല്ലാം നടക്കും. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അതേ നടക്കുള്ളൂ. നമ്മളെക്കുറിച്ച് അഭിപ്രായം പറയുന്നവർ ആരെന്നുള്ളത് വിഷയമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതെല്ലാം ഇവിടം കൊണ്ട് പര്യവസാനിക്കുമായിരുന്നു, ഇതിവിടം കൊണ്ട് തീരേണ്ടതായിരുന്നു. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി, മനുഷ്യന്റെ ഭാഗം. രണ്ട് കാര്യം അവിടെ നടക്കുക. ഒന്ന്, ദൈവത്തിന്റെ പദ്ധതി ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് മനുഷ്യന്റെ വാക്ക്. ആ പറയുന്ന മനുഷ്യൻ നിസാരക്കാരനായിരുന്നില്ല. പുതിയ നിയമം കണ്ട കരുത്തനായ മനുഷ്യൻ. യേശുക്രിസ്തു കഴിഞ്ഞാൽ പുതിയ നിയമം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ. പുതിയ നിയമസഭയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി തന്ന മനുഷ്യൻ. പുതിയ നിയമത്തെ ഇത്രയും ഉപദേശ സമൃദ്ധമായി പരിപോഷിപ്പിച്ച ഒരു വലിയ മനുഷ്യൻ. ലോകം കണ്ട ഏറ്റവും വലിയ താർക്കികൻ. ലോകത്തിലെ തത്വചിന്തകന്മാരുടെ ഈറ്റില്ലമാണല്ലോ ഏതൻസ്. ഗ്രീസിലെ ഏതൻസിൽ ചെന്നിട്ട് ധൈര്യത്തോടെ വെല്ലുവിളിച്ച ഒരു മനുഷ്യനുമില്ല. അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് പൗലോസ് മാത്രമാണ്. ഏതൻസിൽ ചെന്നിട്ട് പൗലോസ് വെല്ലുവിളിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നു. ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ എന്ന് ചോദിച്ചാൽ ധൈര്യമായി കയറി വാ എന്ന് പറയുന്ന അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും സോക്രട്ടീസും ഒക്കെ ജീവിച്ചിരുന്ന നാട്ടിൽ, തത്വചിന്തകന്മാരുടെ നാട്ടിൽ, അവിടെ നാലാൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ സംസാരിക്കുന്ന നമ്മുടെ നാട്ടിലെ അരിവിലയെ കുറിച്ചോ ചായയുടെ വിലയോ പെട്രോളിന്റെ വിലയോ ഒന്നും ആയിരുന്നില്ല. അവർ ചിന്തിക്കുന്നത് മുഴുവൻ മനുഷ്യബുദ്ധിക്ക് എത്താത്ത വൻ കാര്യങ്ങൾ, മനുഷ്യന് ഗ്രഹിക്കാൻ അപ്രാപ്യമായ വലിയ വലിയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന തത്വചിന്തകന്മാരുടെ നാട്ടിൽ ചെന്നിട്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ധൈര്യമുണ്ട് കയറി വാ എന്നോട് ഈ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ എന്ന് പറഞ്ഞ് തത്വചിന്തകന്മാരെ ഖണ്ഡിച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത്തരം അപാരനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് ഈ ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞ ഇവൻ ശരിയാകുകയല്ലെന്ന്. സ്തോത്രം. പക്ഷെ ദൈവം ഈ മനുഷ്യനെ കുറിച്ച്, മർക്കോസിനെ കുറിച്ച് പറഞ്ഞ അവനെ ശരിയാകൂ. കാരണം അവൻ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ മകനാണ്. അവൻ പ്രാർത്ഥിക്കുന്ന വീടിന്റെ സന്താനമാണ്. അവൻ പ്രാർത്ഥിക്കുന്ന കാലത്തെ പുതിയ തലമുറയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, ലോകത്തിന്റെ വിധിയെഴുത്ത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ? നിങ്ങളുടെ വീട് ദൈവനാമത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി പ്രാണനേക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തൻ, നിങ്ങളെ മാനിക്കാൻ ദൈവം വിശ്വസ്തൻ, നിങ്ങളുടെ തലമുറയെ ഉയർത്താൻ ദൈവം വിശ്വസ്തൻ. മനുഷ്യന്റെ വിധിയെഴുത്ത് മാറുക, മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറട്ടെ, മനുഷ്യന്റെ സമീപനങ്ങളിൽ നിങ്ങൾ നിരാശപ്പെടരുത്. മനുഷ്യർ നിങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ അധികം ആനന്ദിക്കാനോ തകർന്നു പോകാനോ ഇടയാകരുത്. ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ തലമുറയെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ സഭയെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവൻ അത് നിറവേറ്റും. അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അതിന് വിഘാതമായി വരുന്ന എല്ലാ മാനുഷിക വാക്കുകളും മാനുഷിക ചിന്തകളെയും ഈ ദിവസങ്ങളിൽ തകർത്ത് ദൈവകൃപയിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. എൻ്റെ വാക്കുകളിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും മുറിവേറ്റോ നിങ്ങളെ ഹത്യ ചെയ്യുന്നോ ഒന്നും പറയാതിരിക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് കരുതുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവനാമത്തിൽ അതൊക്കെ ക്ഷമിക്കണം. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കണം. ഞാൻ, എൻ്റെ കുടുംബം, ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, ഞങ്ങൾ ചേർന്ന് മല്ലപ്പള്ളിക്കടുത്ത് താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങൾ, കർത്താവിന്റെ ദാസനൊരു ഷാജി ജോൺ, ജോസഫ് ജോൺ മൂലയിൽ, അദ്ദേഹം ഇതിൽ ഭാഗവാക്കായി
ഉണ്ട്. ഇതുപോലെ പലയിടങ്ങളിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവദാസനാണ്. IPC സഭയുടെ ശുശ്രൂഷകനാണ്. ഒരു നല്ല വേദാധ്യാപകനും ഒക്കെയായി കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസൻ. അദ്ദേഹം ഇവിടെയുണ്ട്. ഷാജി പാസ്റ്റർ, ജോസഫ് പാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവിന്റെ ദാസനെ, അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെ ഒക്കെ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. ഇതിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എനിക്ക് ഇങ്ങനെ അവസരം തന്ന, എന്നെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇൻഫോം ചെയ്ത ഒരു കർത്താവിന്റെ ദാസി, ഞാൻ പേര് കൃത്യം ഓർക്കുന്നില്ല, സോറി. ബഹുമാന്യയായ കർത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയോ? അതെ പ്രാർത്ഥിക്കാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം സമർപ്പിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നേരിട്ട് അതിന്റെ അനുഭവസ്ഥരും അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഇതിനകത്ത് കണ്ടേക്കാം. അങ്ങനെ ഏത് സാഹചര്യം, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ എല്ലാ മേഖലകളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങൾ നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ അവിടുത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിൽ, വിവിധ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗവാക്കുകളായ ദൈവമക്കളുണ്ട്. ഇവിടെ പ്രഭാതവും മറ്റൊരിടത്ത് സന്ധിയും ഒക്കെ ആണല്ലോ ഇതിൽ പങ്കെടുക്കുന്നവർക്ക്. അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളുണ്ട് കർത്താവേ. ആ സാഹചര്യങ്ങളെല്ലാം ദൈവം തന്നെ അനുകൂലമാക്കി അവർക്ക് കൊടുക്കണമേ. ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ സന്തതികളെ, ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ ഭവനത്തെ, ഞങ്ങളുടെ ശുശ്രൂഷയെ ഒക്കെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ മുൻപിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കാളികളായിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും അവരുടെ ഭൗതികവും ആത്മീയവുമായ വിഷയങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവർക്കും തുണ നിൽക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. ഈ ദിവസവും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാകാൻ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരെയും അവിടെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.